വിനോദേട്ടാ, ഞാൻ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഇനി വഴക്കിനൊന്നും പോയില്ലല്ലോ അല്ലേ? ചേച്ചി 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 ആ, ഈ ഫോട്ടോ കണ്ടിപ്പോ നിനക്ക് എന്താ വേണ്ടേ? നമ്മുടെ സ്വന്തം ആളെന്ന് കരുതി പറഞ്ഞതാ. ഇതിപ്പോ എന്നോട് ചൂടായിട്ടിപ്പം ഇനി എന്നാന്നാവോ സെക്കൻഡ് പാർട്ട്? ആ പറയടാ. 12 പാക്കറ്റാ? ഞാൻ സ്റ്റോക്ക് ഉണ്ടോ നോക്കട്ടെ. നീ ഹോൾഡ് ചെയ്യേ. എവിടാടാ പരിപാടി? ഇല്ലടാ, ഇറങ്ങാൻ പറ്റിയല്ല. ഷോപ്പില. ഞാനിപ്പോൾ ചേച്ചിയെ കണ്ട് സംസാരിച്ചോളൂ. സുഖമല്ലേ? ആ വന്നോ? എന്താടാ അക്ഷയിൽ എന്താ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞേ? അത് അവളൊരുത്തൻ കമൻ്റ് അടിച്ചു, ഞാൻ അവനെ പിടിച്ചിടിച്ചു. എടാ എന്താ നിന്റെ ഉദ്ദേശം? ഇങ്ങനെ തല്ലാനാണ് നീ എത്ര പേരെ തല്ലും? ഗൗരിക്ക് ഇപ്പോൾ 8ാമത്തെ മാസമാണ്. നീ ഇപ്പോൾ അവിടെ കൂടെ നിൽക്കേണ്ട സമയം. ഇനി വേണ്ട, ഇതിൻ്റെ പുറകെയൊന്നും പോകണ്ട കേട്ടോ. ചോദിച്ചാൽ എനിക്ക് ആ ഹരീഷിനെ കിട്ടണം. ഓഹ് എടാ, അവനെയും സിനിമാക്കാരനെന്നല്ലേ പറഞ്ഞത്? അവർക്കൊക്കെ ഭയങ്കര ഹോൾഡ് ഉണ്ടാവും. നമുക്കിത് ലീഗലി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഞാൻ സക്കറിയെ വിളിച്ച് പറയാം. ചേട്ടാ ഒന്നും ശരിയാവില്ല. പിന്നെന്താ നിന്റെ പ്ലാൻ? അതൊന്ന് പറഞ്ഞു. അവളുടെ സൂക്കേടിന് അവൾ എന്നെ കൊണ്ട് ഉണ്ടാക്കി. അവൾ ആരാന്ന് അവളുടെ വിചാരം? വലിയ പതിവ്രത. നീ ആരുടെ കാര്യമാണ് പറയണേ? നോക്കടാ, എന്തേലും കേസില്ല അത് ആരെങ്കിലും ഇങ്ങനെ എഴുതില്ല. കൊള്ളാലോ. ആരുടെ ഇത്? അതിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? അക്ഷയിലെ സുന്ദരി കോത. എന്നിട്ട് അവളുടെ വാക്കും കേട്ട് ആ മൊണ്ണ എന്നെ തല്ലാൻ വന്നിരിക്കുന്നു. എത്ര എണ്ണം കിട്ടി? കിട്ടിയതിൻ്റെ പണി എങ്ങനെ തിരിച്ചു കൊടുക്കണം എന്ന് ആരൊക്കെ അറിയാം. ഇനി അവളവനും പുറത്തിറങ്ങി നടക്കുന്ന ഞാനൊന്ന് കാണട്ടെ. പോയി പണി മേടിച്ചു കൂട്ടലോട്ടോ. പോടെ. അതിരൂപ. ഹലോ സാറേ, ഫേസ്ബുക്കിലൊരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ആ ഞാൻ സാറിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. സാറൊന്ന് കണ്ടു നോക്കൂ. ആ ശരി ശരി. ചേട്ടാ ഒരു ചായ. ഫ്രണ്ട്സ്, ഇതെനിക്കറിയാവുന്ന ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ ഫോട്ടോ ആരോ സോഷ്യൽ മീഡിയയിൽ ദുരുപയോഗം ചെയ്തിരിക്കും. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നുകൂടിയാണിത്. ബി കെയർഫുൾ മൈ സിസ്റ്റേഴ്സ്. ഷോപ്പിൽ പോണില്ലേ ഇന്ന്? ഇല്ല. എന്തേ? ഇന്ന് മുതലാളി പറഞ്ഞോളൂ. എന്തേ, നിനക്ക് വല്ല വയ്യാഴികേടുണ്ടോ ചെറുക്ക? ആ ഉണ്ട്. മമ്മി ഒരു ചായ എടുത്തേ. ആ വയ്യെങ്കിൽ ചുക്ക് കാപ്പി എടുക്കാം. വേണ്ട മമ്മി, ചായ എടുത്താൽ മതി. പാലൊഴിക്കണ്ട, കട്ട മതി. ആ അല്ലെങ്കിൽ നായක നല്ലത് പറഞ്ഞാൽ കേൾക്കില്ല.
അവനെ പിടിച്ചോ. എന്താടാ ഓടണ? എന്താ സാറേ എന്റെ മോൻ ചെയ്തത്? എന്താ സാറേ? അവരിപ്പോ അവനെയും കൊണ്ടുവരും. അപ്പൊ അമ്മ എന്നെ ചോദിക്കേ എന്താ ചെയ്തതെന്ന്. എന്റെ മോൻ എന്താ സാറേ ചെയ്തത്? നാട്ടിലുള്ള പെമ്പിള്ളേരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലേ കേസാവും, പോലീസ് വരും, നല്ല നാലെണ്ണം കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? മമ്മി, പപ്പയെ വിളിക്കും മമ്മി, വേഗം വിളിക്കും മമ്മി. സാറേ എന്റെ മോനൊന്നും ചെയ്യില്ല സാറേ, പാവമാണ് സാറേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. എന്താണ് മമ്മി നോക്കി നിൽക്കാതെ പപ്പയെ വിളിക്കും മമ്മി. എന്താണ് സാറേ? മമ്മി പപ്പയെ വിളിക്കും മമ്മി. സാറേ നാളെ ഞാനൊന്ന് പറഞ്ഞു. സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. മമ്മി ഒന്ന് വിളിച്ചു പറ മമ്മി. എടാ ചേറിയില്ല, അന്നോനെ കൊണ്ടോണ കണ്ടാടാ. നീയൊക്കെ കൂടി എന്ത് കുരുത്തക്കേടാണ് ഉണ്ടാക്കി ഒന്ന് വെച്ചേക്കണത്? പതുക്കെ പറഞ്ഞല്ലേ. അവര് കേട്ടാ എന്നെ കൂടെ പിടിച്ചോണ്ട് പോകും ഓരോ പണിയുണ്ടാക്കാനായിട്ട്. അയ്യോ പറ്റുന്ന ജീവിക്കാൻ. ഒരു പടി കൂടെ നമുക്ക് മാറ്റി പിടിക്കാം. എന്താടോ കാര്യങ്ങള്? എന്തായാലും ശരിയാ, ഞാൻ വിളിക്കാം. എന്താ സാർ? എടോ ക്യാരക്ടർ ചെയ്യാനുള്ള പെൺകുട്ടി വല്ലതും റെഡിയായോ? നമ്മൾ ഓഡിഷൻ ചെയ്ത് ഫിക്സ് ചെയ്താണല്ലോ. സാറെ കാണിച്ചില്ലേ ഇവര്? എവിടെ? ഇതാണ് നമ്മുടെ 3 ഓപ്ഷൻസിലൊന്ന്. ഫൈനൽ ചെയ്തേക്കുന്നത് ഇതൊരാള്, സുഷമ. സുഷ്മിത. രണ്ടും ഒന്ന് എന്നടോ. ഇതെങ്ങനെയുണ്ട്? സ്മിത. ഇതോ? എടോ ഇതൊക്കെ തന്നെ അല്ലടോ കഴിഞ്ഞ പടത്തിൽ താൻ കൊണ്ടുവന്ന്. വേറെ നല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ. അങ്ങനെ പറഞ്ഞപ്പോ ഈ ഹീറോ സാറ് കഴിഞ്ഞ ഇവിടെ തന്നെ ഇട്ടോ എന്ന് പറഞ്ഞപ്പോ സാറിന് ആക്ട് ചെയ്യണം, ഡാൻസ് ചെയ്യണം, നല്ല സുന്ദരിയായിരിക്കണം. ഇതൊക്കെ അന്വേഷിച്ച് ഓഡിഷൻ ചെയ്യുമ്പോൾ പെൺപിള്ളേർക്ക് മലയാളം വേണ്ട, തമിഴോ തെലുങ്കോ ഒക്കെ മതി. എടോ തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഈ സിനിമയിലോട്ട് കുത്തിക്കേട്ടരുത് കേട്ടല്ലോ. ഫ്രഷ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ. നിങ്ങൾ നോക്ക്. എന്തുപറ്റി? ആ പുറകെ നിൽക്കുന്നൊരു ശരി. ആ പെണ്ണ് കേസ് എന്തായി? പറഞ്ഞിട്ടുണ്ട് ബ്രോ വരും. 10 ദിവസം കഴിഞ്ഞ് ഞാനങ്ങ് പോകും. ഇങ്ങോട്ട് പിന്നെ ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യും. പപ്പനാണെങ്കിൽ വിളിച്ചോണ്ടേ ഇരിക്കുക. ആ പപ്പനല്ല ഈ പപ്പൻ. ഈ പപ്പനും അല്ല ആ പപ്പൻ. അല്ല സാറേ 10 ദിവസം കൊണ്ട് ഈ പാട്ട് തീരൂ? താൻ പറഞ്ഞ പെങ്കൊച്ച ഇതോ? അതല്ലോ അതിന് പുറകെ നിൽക്കുന്നത്. ഹായ്. ഓക്കെ ആണോ? ഓക്കെ ആണോ സാറിന്? ഓക്കെ ആണോ? എനിക്ക് ഓക്കെ ആണോ? ഡാൻസ് ഒക്കെ കളിക്കും സാറേ. ഇപ്പോ സാറിന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ലോ, കളിപ്പിച്ചെടുക്കാം നമുക്ക്. ട്രെയിനിങ് കൊടുക്കാം. ഫിക്സ് ചെയ്യും. അവൻ ഡാൻസ് ഓക്കെ ആക്കും, ആക്ടിങ് ഓക്കെ ആക്കുമല്ലോ. ഓക്കെ ആക്കുമല്ലോ. നോക്കാലോ. ആ കുറെ നേരമായോ വന്നിട്ട്? ഹായ്. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു സാറിനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി. ആണോ? ഓക്കേ. അതൊരു വിഷയമല്ല. കമാൺ, വീഡിയോ കോൾ അല്ലേ വിളിച്ചല്ലേ? ഞാൻ പെട്ടെന്ന് ഓർക്കാഞ്ഞത്. ഓൾറെഡി. സോ ആക്ടിങ്ങിലേക്ക് വരണം അല്ലേ? അതെ. എന്ത് മോഡലിംഗ് എത്ര വർഷം ചെയ്തു? ഞാനൊരു 3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. 3 years. ഐ റിയലി വാണ്ടഡ് ടു ഡു സം മൂവീസ്. പക്ഷെ എനിക്ക് അങ്ങനെ ഗോഡ് ഫാദേഴ്സ് ഒന്നുമില്ല. അപ്പോഴാണ് സാറിന്റെ കാസ്റ്റിംഗ് ഏജൻസിനെ കുറിച്ച് അറിഞ്ഞത്. ഇപ്പോ എത്ര വയസ്സായി? ഇപ്പൊ 20. 20 വയസ്സ് കറക്റ്റ് ആണ്. സോ യു ആർ അറ്റ് ദ റൈറ്റ് സ്പേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഇനിയിപ്പോ ഞങ്ങളുടെ ഏജൻസി കുട്ടിയെ അങ്ങോട്ട് വളർത്തുകയാണ് കേട്ടോ. വിഷ് യു ഗുഡ് ലക്ക്. താനാരാ? നീ പോയി വണ്ടിയിലിരിക്കെ. അയ്യോ ഞാൻ ആ കൊച്ചിനൊന്നും ചെയ്തില്ലെന്ന്. എടോ താനാരാ? ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് ഞാൻ പറയാൻ പോകുന്നു. സാറേ സാറേ ഒരാവശ്യമില്ല എന്നെ അടിച്ച അവൻ.
അത് നമ്മുടെ സെറ്റിൽ കയറി സാറേ ഞാൻ എന്നെ ഏറ്റിട്ടാ സാർ എന്നെ പിടിക്കുന്നത്? എന്റെ പൊന്നു പ്രോ, ഞാൻ ആ പെങ്കൊച്ചിനെ തൊട്ടിട്ട് പോലുമില്ല. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ? ഞാൻ ഒന്ന് സംസാരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു പേജ്, ആടയില്ല ഉടലുകൾ, സ്വപ്നസുന്ദരി, പാൽക്കുടം. അല്ലടാ, ഇപ്പൊ മനസ്സിലായടാ നീ എന്തിനാ വാങ്ങിച്ചു കൂട്ടിയെന്ന്? സാറേ, ആ പേജ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ എന്നുള്ള സത്യമാണ്. അതിനകത്ത് ഒരു പരിപാടികളും എനിക്ക് അറിയത്തില്ല. നീ ആരുടെ കയ്യിൽ നിന്നാ വാങ്ങിയേ? അപ്പൊ ഈ സ്റ്റോറിയൊക്കെ എഴുതിയിരുന്ന നീയല്ലേ? പേജ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതെനിക്ക് പിറ്റവൻ തന്നെയാണ്. അതിനകത്തെ ഫോട്ടോയോ സ്റ്റോറിയോ മറ്റ് വിവരങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല സത്യമായിട്ടും. ആരെന്ന്? ടിനു. ഏത് ടിനു? സാറേ, അവനെ പറ്റി കൂടുതലൊന്നും എനിക്കറിയത്തില്ല. ഈ പേജിന്റെ മെയിൻ്റനൻസിന് വേണ്ടി വല്ലപ്പോഴും കോണ്ടാക്ട് ചെയ്യുമെന്നല്ലാതെ. ഇതാണ് വീഡിയോ കോൾ. ഇവനെ വീഡിയോ കോൾ ചെയ്യാൻ. സോഷ്യൽ മീഡിയയെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന മാർഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദിവസവും എത്ര കേസുകളാണ് നമ്മൾ കാണുന്നത്. ഇതിലൊരു പുതുമ നിങ്ങൾക്കില്ല, ഞങ്ങൾക്കുമില്ല. പക്ഷെ ഈ ഒരു കേസിൽ ഒരു വ്യക്തിയെ മാത്രം എഫക്ട് ചെയ്യുന്ന ഒന്നല്ലാത്തത് കൊണ്ട് പ്രതിയെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം ഈ റാക്കറ്റിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. സാറിന് കസ്റ്റഡിയിലുള്ള ആളെ പറ്റി ഒന്ന് പറയാമോ? തികച്ചും ഒഫീഷ്യലായ കാര്യങ്ങളായതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ നോക്കി. സമാധാനമായി. അങ്ങനെ ഈ പ്രശ്നം തീർന്നു. എന്ത് തീരാൻ? ജോഷായി, എനിക്ക് അവനെ കിട്ടണം. ആരെ? ഈ ഹാരിഷായെ പിടിച്ചോണ്ടൊന്നും ഈ പ്രശ്നം ഇവിടെ തീരാൻ പോണില്ല. ഇതില് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലേ? അവനെ കിട്ടണം. ഓരോ സെക്കൻഡും അവളെ ഫേസ് ചെയ്യാൻ പറ്റാതെ ഞാൻ കിടന്ന് നീറുവാ. എന്റെ കുഞ്ഞിനും അവക്കും വേണ്ടി എനിക്കിത് ചെയ്യണം ജോച്ചായ. എടാ, നമ്മളിത് സക്രിയോട് പറഞ്ഞല്ലോ. അയാളിത് ഹാൻഡിൽ ചെയ്തോളാന്ന് പറഞ്ഞു. അതെന്താന്ന് അറിഞ്ഞിട്ട് പോരാ നമുക്ക്. ഈ സക്കറിയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പോലീസിന് ഇത് തെളിയിക്കാൻ പറ്റില്ല. ഈ ഹാരിഷ വെറും ഏജന്റ് മാത്രമാണ്. ഇത് പോസ്റ്റ് ചെയ്തിട്ടില്ലേ? അവനെ കണ്ടുപിടിക്കണം. അവനെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അവന്റെ നമ്പർ ഞാൻ പൊക്കി. പക്ഷെ അവൻ ആര്, എവിടെ, ഒരു പിടിയില്ല. ആ നമ്പർ വേറെ ആരുടെയോ പേരില്ല. അതെ, നീ എന്തായാലും അവളെ അക്ഷയയിൽ ജോലിക്ക് വിടാണെന്ന് നിൽക്കണ്ട, പ്രത്യേകിച്ച് ഈ സമയത്ത്. ചോദിച്ചാ അവനിട്ട് ആ പോസ്റ്റും ആ ക്യാപ്ഷനും ഒക്കെ വെച്ച് നോക്കുമ്പോ അക്ഷയായിട്ട് അവൻ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട്, അതുറപ്പാ. ഫോണിൽ തന്നെ മനോജേട്ടാ. വിനോദ് വിളിച്ചോണ്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അല്ല വിനോദേ, ആ ഫോട്ടോ ഇവിടുന്ന് തന്നെ ലീക്ക് ആയതാണെന്ന് വിനോദ് പറയാനെന്താ അത്ര ഉറപ്പ്? ചേട്ടാ, ഉറപ്പൊന്നുമില്ല. പക്ഷെ അവനിട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുമ്പോൾ ഒരു തവണയെങ്കിലും അവനിവിടെ വന്നിട്ടുള്ള കാര്യം ഉറപ്പാ. നമുക്ക് ഈ CCTV ഫുട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ. ഓ, ആനന്ദാ, നോക്കാലോ. ആ പോസ്റ്റ് ചെയ്ത ഡേറ്റ് എന്താന്നാ പറഞ്ഞേ? February 7th. അപ്പൊ നമുക്ക് February 6th മുതൽ നോക്കാം. ഓ, February 6th സൺഡേ ആണ് വരുന്നത്. സാറ്റർഡേ ഇവിടെ വർക്കിംഗ് ഉച്ചവരേ ഉള്ളൂ. അതൊന്ന് പോസ്റ്റ് ചെയ്തേ. ഇയാളാണോ? അല്ല, ഇതല്ല, ഇതൊന്ന് ഫോർവേഡ് ചെയ്തു.
പ്രായമായവരാ കൂടുതലും അക്ഷയയിൽ വരുന്നത്. ചെറുപ്പക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ മൊബൈലിൽ കാര്യങ്ങൾ ചെയ്യത്തേ ഉള്ളൂ. വിനോദേ, ഇനി കുറച്ച് സമയം വിനോദ് നോക്കാം. ചേട്ടാ, മനോട്ടാ, കിട്ടിയോ? ചേട്ടാ, ദേ ഇതിനോ. ഇന്നലെ നമുക്ക് പൊക്കാതിരാ. അവനെന്തായാലും ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, ധൈര്യമായി.